എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് FUGP 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും വിളിക്കുക? കോഴ്സ് മാറാൻ പറ്റുമോ? ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അനുവദിക്കുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് ടൈം എടുക്കും. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ FUGP 2024 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും വിളിക്കുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കൂടെ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ്. ഒരു 10 അല്ലെങ്കിൽ ഒരു 11 മിനിറ്റൊക്കെ വീഡിയോ കാണും. തീർച്ചയായും മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് 3rd സെമസ്റ്ററിന് മുമ്പായിട്ട്, അതായത് ഇപ്പോൾ 3rd സെമസ്റ്റർ ജൂൺ മാസം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ 3rd സെമസ്റ്ററിന് മുമ്പായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കാനുള്ള സാധ്യത ഉണ്ട്. 3rd സെമസ്റ്ററിന് മുമ്പായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത യൂണിവേഴ്സിറ്റിയും വിളിക്കും. അങ്ങനെയെങ്കിൽ ഈ 3rd സെമസ്റ്ററോട് കൂടി തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും വിളിക്കാൻ സാധ്യതയുണ്ട്. ഇരു യൂണിവേഴ്സിറ്റികളുടെയും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നാൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ തീർച്ചയായും വിദ്യാർത്ഥിനികളിലേക്ക് നമ്മൾ അതാത് സമയങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. ഇനി കോഴ്സ് മാറാൻ പറ്റുമോ? സാധാരണ 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ, നിങ്ങൾ 4 ഇയർ വിദ്യാർത്ഥികളാണ്, 3 വർഷ ബിരുദ വിദ്യാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ കോഴ്സ് മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നോ എന്നാണ് ആൻസർ. അതായത് നിങ്ങൾക്ക് കോളേജ് മാറാൻ പറ്റും, പക്ഷെ 3 വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? അവർക്ക് കോഴ്സ് മാറാൻ പറ്റില്ലായിരുന്നു. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, അവർ എക്കണോമിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് എക്കണോമിക്സ് ഉള്ള മറ്റൊരു കോളേജിലേക്ക് മാറാം. ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെങ്കിൽ ഹിസ്റ്ററി ഉള്ള മറ്റൊരു കോളേജിലേക്ക് മാറാം. കോളേജ് മാറാം, ബട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കോഴ്സ് മാറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തന്നെ വരും. എന്നാൽ നമ്മൾ FUGP വിദ്യാർത്ഥികളല്ലേ, അപ്പോൾ FUGPക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? മാറാൻ പറ്റുമോ? നേരത്തെ നമ്മൾ അഡ്മിഷനൊക്കെ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത് നമുക്ക് കോഴ്സ് ഉൾപ്പെടെ മാറാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. കോഴ്സ് ഉൾപ്പെടെയുള്ള FUGP വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഉൾപ്പെടെ മാറാൻ പറ്റുമെന്നായിരുന്നു നേരത്തെ യൂണിവേഴ്സിറ്റികൾ അറിയിച്ചിരുന്നത്. എന്നാൽ യൂണിവേഴ്സിറ്റികളുടെ ഒഫീഷ്യൽ സർക്കുലർ വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത് സാധാരണ 3 വർഷ വിദ്യാർത്ഥികളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കോളേജ് മാറാൻ അവർക്ക് പറ്റും, ബട്ട് കോഴ്സ് മാറാൻ അവർക്ക് പറ്റില്ലായിരുന്നു. FUGP വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുമ്പോൾ, നമ്മൾ കണ്ണൂരും കാലിക്കറ്റും ഒന്നിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ FUGP വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുമ്പോൾ എന്തുവരും? കോഴ്സ് മാറാൻ പറ്റുമോ എന്നുള്ളത് വ്യക്തമായി യൂണിവേഴ്സിറ്റിയുടെ സർക്കുലർ വന്നു. ഇപ്പോൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു സർക്കുലർ നോട്ടിഫിക്കേഷനൊക്കെ ഇരു യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിലാണ് കൃത്യമായി യൂണിവേഴ്സിറ്റി പറയുക നിങ്ങൾക്ക് കോളേജ് മാറാൻ പറ്റുന്നത് എങ്ങോട്ടൊക്കെയാണ്, കോഴ്സ് മാറാൻ പറ്റുന്നത് എങ്ങോട്ടൊക്കെയാണ്, അഥവാ കോഴ്സ് മാറാൻ പറ്റുമോ, ഇതെല്ലാം വ്യക്തമായിട്ട് പറയേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ സർക്കുലർ വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി മാറാൻ സാധിക്കുമോ? സാധാരണഗതിയിൽ 3 വർഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അനുവദനീയമല്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ അകത്തുനിന്ന്, അതിപ്പം ഒരു യൂണിവേഴ്സിറ്റിയുടെ കോളേജ്, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ നിന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജിലേക്ക് മാറാമെന്നല്ലാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാൻ അനുവദിക്കുന്നില്ല. എന്നാൽ നേരത്തെ നമ്മൾ അഡ്മിഷനൊക്കെ എടുക്കുന്നതിന് മുമ്പ് 4 ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അഡ്മിഷനൊക്കെ എടുക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ സാധിക്കും. ബട്ട് ഈ ഒരു കാര്യം എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ഈ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അനുവദിക്കുമോ,
അങ്ങനെ അത് എങ്ങനെയാണ് നടക്കുക അതിനെക്കുറിച്ചെല്ലാം നമുക്ക് സർക്കുലറിൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. കാരണം അഥവാ നമ്മൾക്ക് കോഴ്സ് മാറാൻ ചിലപ്പോൾ പറ്റിയേക്കാം. പക്ഷേ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി എന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഈ മറ്റ് പല ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഈ കോളേജസ്, പഠന വകുപ്പുകൾ, സെൻറ്ററുകൾ അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. ഈ മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള കണക്ഷൻസ് ഇല്ല. അതാണ് എന്നാണ് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. ഒരു യൂണിവേഴ്സിറ്റിക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയുമായിട്ട് അങ്ങനെ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഈ ട്രാൻസ്ഫർ എത്രത്തോളം പ്രാബല്യത്തിൽ വരും, എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം പറയാൻ ഇപ്പോൾ സാധിക്കില്ലെന്നാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ടു മറ്റൊരു യൂണിവേഴ്സിറ്റി എന്തില്ല, കണക്റ്റിംഗ് ഇല്ല, തയ്യപ്പായിട്ടല്ല പോകുന്നത്. അവരുടെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ അഡ്മിഷൻ കാര്യങ്ങളുണ്ട്, അവരുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അവരുടേതായ എക്സാമുകളുണ്ട്, അവരുടേതായ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലാം യൂണിവേഴ്സിറ്റികൾ സെൽഫായിട്ടാണ് ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റിയായിട്ട് കണക്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ എത്രത്തോളം പോസിബിൾ ആകും, എത്രത്തോളം അത് നടക്കുമെന്നുള്ളതിൽ കൃത്യമായ വ്യക്തത പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന് വ്യക്തമായ യൂണിവേഴ്സിറ്റികളുടെ സർക്കുലർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യമെടുത്താലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റി, ഇപ്പം നമ്മൾ കണ്ണൂർ കാലിക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ കേരള യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും നമുക്ക് എത്രത്തോളം ഈ മറ്റേ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാൻസ്ഫർ എത്രത്തോളം അനുവദനീയമാണ്, എത്രത്തോളം അത് മാറാൻ പറ്റുമെന്നുള്ളത് അതിന് കൃത്യമായ ഒരു വ്യക്തത തരേണ്ടത് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ്, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു കാര്യം പറയേണ്ടത്. അത് അവർ പറഞ്ഞാൽ മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞു, അഡ്മിഷൻ ഒരു യൂണിവേഴ്സിറ്റി എല്ലാ യൂണിവേഴ്സിറ്റിയും കൊണ്ട് പരീക്ഷ, റിസൾട്ട്, സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്. എല്ലാ യൂണിവേഴ്സിറ്റികളും സെൽഫായിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയായിട്ട് വ്യക്തമായ കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ അനുവദനീയമാണോ, അത് എത്രത്തോളം പോസിബിൾ ആകുമെന്നുള്ളതിന് വ്യക്തമായ ഒരു ഇത് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പറയാൻ സാധിക്കുക. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ A to Z വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ 10 മിനിറ്റ് വീഡിയോ പോകുമെന്നാണ് പറഞ്ഞത്. ഈ പോക്കാണെങ്കിൽ 10 മിനിറ്റ് പോവില്ല. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ അതായത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ പുതിയൊരു കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.